7:30 ആവുമ്പോൾ എത്തുള്ളൂ അല്ലേ? ഒക്കെ നിങ്ങൾ ലൊക്കേഷനിൽ ഞാൻ വന്നോണ്ട് ഞാൻ നല്ല നൈഫിലാണല്ലേ. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന നേരത്ത് വഴിവക്ക് നിന്നവളേ. അപ്പം വീണ്ടും നമുക്ക് സാജിന്റെ കാര്യത്തിലോട്ട് പോവാം. 36 നമ്മളൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, അത് നമ്മൾ നടത്തി കൊടുക്കണ്ടേ? ഈ തെറ്റല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ സാജിന്റെ സീലിങ്ങിൻ്റെ ഫാന് ഞാൻ പറഞ്ഞല്ലോ അവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തം 3 ഫാന്, കിച്ചണിൽ ഫാന്, റൂമിൽ ഫാന്, ഹാളിൽ ഫാന്, ഇതൊക്കെ ഒന്ന് മേടിച്ച് നമുക്ക് സെറ്റാക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടൊന്ന് കിടന്നുറങ്ങണം. നിങ്ങളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നുകൂടിട്ടോ. വേഗം വല്ല അവിധം ഉണ്ടാക്കിയാണ്ട് വേഗം രക്ഷപ്പെടും. 4 ഉമ്മാനൊക്കെ 4 തെറി പറഞ്ഞുകൊണ്ട് വേഗം വൈറലായതുകൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. ചുമ്മാ ഇതിലൊന്നുകൊണ്ട് കമൻറ്റ് ഇട്ട് ഉത്തരന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാരും തെറി വിളിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ കെട്ടിയൻ്റെ ഉമ്മാനെ വിളിച്ചോ, 4 തെറി വിളിച്ച് 4 പവർ പൊക്കിയാണ് കാണിച്ചു കൊടുക്കേ. വൈറലാക്, വയറ്റിലാവേണ്ട, വൈറലായാൽ മതി. ഫ്ലാറ്റ് നമ്മളിത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പം അതിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കസ്റ്റമർ ഒരു പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ളൊരു ഫോണുണ്ട്, അത് മേടിക്കാൻ വേണ്ടി പോകണം. പിന്നെ അതേപോലെ തന്നെ പിള്ളേരെ സ്കൂളിൽ പിന്നെ ട്യൂഷന് പോയിട്ടുണ്ട്, അവരെടുത്ത് കൊണ്ടുവരും വേണം. ഞാൻ ഇന്ന് ഇടയ്ക്കൊന്ന് കയറി വന്ന് നോക്കിയത് അവിടെ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു തരാം. ഓക്കെ. സാജിക്കുള്ള ഫ്ലാറ്റുകൾ ക്ലീൻ ആക്കിയപ്പോഴത്തേനെ വിയർത്ത് ഇതിവിടെ ഇങ്ങനെ ഒളിച്ച് അതിക്കൂടെ ഇങ്ങനെ പോയി സത്യം. അപ്പോൾ ഞാൻ ചട്ടിയും കാലം പിടിക്കാൻ വേണ്ടിയിട്ട് 2-3 തുണി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സാജിക്ക്. അപ്പോൾ അതിന് നല്ല പിങ്ക് കളറോട് അടുത്ത് എന്ത് ചെയ്തതാണ് ഞാൻ ഇതാക്കിയത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാജി കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ മേടിക്കാനുണ്ട്, അതൊക്കെ മേടിച്ച് സെറ്റാക്കി വെക്കണം. ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കുറേ ആളുകൾ കമൻറ്റ് കാണാം, സാജി മോശക്കാരത്തിയാണ്. അങ്ങനെ ആരപ്പത്ര പെർഫെക്റ്റ് ഉള്ളവർ, ആരപ്പത്ര നല്ലവരുള്ളവർ. ഈ സാജിൻ്റെ വീഡിയോസ് കാരണം എനിക്ക് എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് എനിക്ക് ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. എനിക്ക് വളരെ ഷൗട്ട് ചെയ്തിട്ട് നിങ്ങൾ സാജിനായിട്ട് ബന്ധം പുലർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിരിക്കണം, എന്നെ ഭയങ്കര മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമായി. നമ്മൾ ഒരാളെ മാത്രം ഇങ്ങനെ കുറ്റം പറയാൻ മാത്രം ഇതിൽ വലിയ ഒരു ഉമ്മാനെ തെറി വിളിച്ചു. അതിപ്പോൾ എന്തോരം ആളുകൾ സ്വന്തം കുടുംബത്തിന് നടക്കുന്നുണ്ട്, അത് അറിയാണ്ട് അവരപ്പോഴത്തെ ഒരു ഫ്രസ്ട്രേഷനിൽ അവരത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഉമ്മയായിട്ടുള്ള കുറേ എന്തായാലും ഒറ്റ കാര്യമൊന്നും നമ്മൾ കെട്ടിയിട്ടൊന്നുമില്ല, നമ്മളാരെയും കെട്ടാനും പോയിട്ടുമില്ല. വില നിർത്തുക, എന്താ ഇപ്പം നിങ്ങൾ ഇത്ര പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക ഒരാളെ കുറ്റം പറയുമ്പോൾ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ സാജിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ഫ്ലാറ്റ് വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഞാൻ എടുത്തു തരാം, എൻ്റെ പപ്പയുടെ മുതലുണ്ട് കുറേ ഫ്ലാറ്റുകൾ, ഞാൻ പപ്പയുടെ അവിടെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാം എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു ഫ്ലാറ്റ് എടുത്ത് കൊടുത്തു. അവരെ പാടെ എനിക്ക് അവർ പൈസ തന്നു, ഞാൻ അവർക്ക് എടുത്ത് കൊടുത്തു. അവർക്ക് ഇവിടെ എന്തൊക്കെ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു, അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ മേടിച്ച് കൊടുക്കണം. ഫ്ലാറ്റ് ക്ലീനാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാനൊരു ജോലിക്കാരത്തിനെ അവിടെ കൊണ്ടുപോയാക്കിയേണ്ടത് ഇത് ഞാൻ ക്ലീനിങ് നടക്കുന്നുണ്ട്. അവരോട് ഒരു മനസ്താപം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ സിംഗിളോ അല്ലെങ്കിൽ ഞാനിപ്പോൾ കല്യാണം കഴിച്ച പെണ്ണിന് എന്നിട്ട് ഞാനിപ്പോൾ അവിടെ പോണേനും ഇവിടെ പോണേനും ഒന്നും ഒരു ഇഷ്യൂ ഇല്ലാത്തൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. എന്നെ കൂട്ടിലിട്ട് തത്തനെ പോലെ വളർത്തുന്നൊന്നുമില്ല. അപ്പം നമുക്കിപ്പോൾ സാജിനായിട്ട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണ സപ്പോർട്ടോട് കൂടിയാണ് സാജി ഇപ്പോൾ ഇവിടെ ദുബായിൽ വന്നതും അതുപോലെ തന്നെ അവൾക്കിപ്പോൾ ഫ്ലാറ്റ് എടുക്കാൻ എനിക്ക് നന്നായിട്ട് സപ്പോർട്ടാണ് കേട്ടോ. നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും പ്രതികരിച്ച് പോകും, അത്രേ ഉള്ളൂ. എന്നാലും ഒരു കണക്കിന് നിങ്ങൾ ചിന്തിച്ച് നോക്കി 5 കുട്ടികളങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാതെ നോക്കുന്നുണ്ടല്ലോ. പിന്നെ സുഖവും സന്തോഷവും ഒരു എല്ലാവർക്കും വേണ്ടത് തന്നെയാണ് സംഭവം. ഇപ്പോഴാണ് ഓർമ്മ വന്നത്, സാജി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മറ്റേ 2 റൂമിൽ AC വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ 2 30,000 അതിൻ്റെ പൈസ ഒക്കെ അയച്ചു തന്നിക്കണം കേട്ടോ. നമ്മൾ വിചാരിക്കണ കാര്യമൊന്നുമല്ല, റിച്ച് പീപ്പിളാണ്. 30,000 അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിക്കണം. അപ്പോൾ ഇന്ന് പോയിട്ട് എന്ത് ചെയ്യണം, AC ഒക്കെ മേടിച്ചുകൊണ്ട് കൊണ്ടുപോയി വെക്കണം. പുതിയ ഫ്ലാറ്റ് ആയതുകൊണ്ട് AC ഇല്ല. അപ്പം എന്നോട് പറഞ്ഞു